നമ്മൾ ഇടിയും ചാക്കോണ്ടേ ബിരിയാണി ഉണ്ടാക്കാൻ പോവാ. കത്തിയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. എനിക്കറിയില്ല ചേട്ടാ, അത് കംപ്ലീറ്റ് ചേട്ടനാണ് ചെയ്യാൻ പോണേ. നമുക്ക് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇതേപോലത്തെ സർലാസ് ഉണ്ടാകണം കേട്ടോ. പപ്പടം നിർബന്ധമൊന്നും ചെയ്യാം, പപ്പടത്തിന്റെ ആവശ്യമൊന്നുമില്ല, അച്ചാറും വേണമെന്നില്ല. അത് പൂര വെയിലത്ത് തിരിച്ചിരിക്കുക രക്ഷപ്പെട്ടു എന്ന്. കൊട്ടാണറി വേണം വേണം താരാടി വെറുതെ ചോദിച്ചതല്ലേ. ഇമ്രാനും ചാർലിനും പൂട്ടിട്ടൊക്കെ മിച്ചടിക്കുമ്പോൾ ഭയങ്കര ശല്യം. സരിതാരം മെക്കട്ടേക്കാണ് കയറാ. ഇമ്രാനാണെങ്കിൽ സരിത എന്ന് പറഞ്ഞ ജീവനാണ് ഇമ്രാന്. ചാർലി അങ്ങനെ ഇതില്ല, ചാർലി സീരിയസ് ആണ്. അതിരി കാർന്നരായില്ലോ. ഇമ്രാന് കുട്ടികളി മാറിയിട്ടില്ല. അതെ സരിത കാരണം ഓണത്തിന് നമുക്ക് കണിക്കൊന്നിൻ്റെ ആവില്ലേ? ഓണത്തിന് എന്തിനാ കണിക്കൊന്ന? ഓണത്തിന് എന്തിനാ കണിക്കൊന്ന? അല്ല ഓണത്തിനല്ല, വിഷുവിന് കണിക്കൊന്ന. അതാ അങ്ങനെ പറയും. അല്ല അല്ല ഇതേക്ക് നീ എനിക്ക് നേരെ നിക്കറി. ഞാൻ പറഞ്ഞില്ല എന്തൊരു തെറ്റ്? എന്തിട്ട് ഓണത്തിന് കണിക്കൊന്നുണ്ടാവില്ല എന്ന് പറഞ്ഞില്ല എന്തൊരു തെറ്റ്? ഓണത്തിന് കണിക്കൊന്നും ഉണ്ടാവില്ല. ഓണത്തിന് കണിക്കൊന്നും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ ശരി തന്നെയല്ലേ? അല്ല ഓണത്തിന് എന്തിനാ കണിക്കൊന്ന? അതാണ് എന്റെ ചോദ്യം. ഞാൻ പറഞ്ഞ ശരിയല്ല, ഓണത്തിന് കണിക്കൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ഞാൻ വിഷുവിന്റെ പറയേണ്ടതായിരുന്നേ. പക്ഷെ ഞാൻ പറഞ്ഞില്ല എന്തൊരു തെറ്റ്? ഓണത്തിന് കണിക്കൊന്നും ഉണ്ടാവില്ല, അത് ശരി തന്നെയല്ലേ? അത് ശരി തന്നെയാ. പക്ഷെ ഓണത്തിന് എന്തിനാ കണിക്കൊന്നു? അത് പറയാം. ഓണത്തിന് കണിക്കൊന്നേ എന്തിട്ട് തങ്ങിയിലായിക്കോട്ടെ. പക്ഷെ ഓണത്തിന് കണിക്കൊന്നും ഞാൻ പറഞ്ഞില്ല ശരി തെറ്റോ? വ്യാകരണ പ്രകാരം ശരിയാണ് തെറ്റാണോ? വ്യാകരണല്ല, ഈ ഞാൻ പറഞ്ഞാലും ഓണത്തിന് കണിക്കൊന്നും ഉണ്ടാവില്ല, വിഷുവിന് കണിക്കൊന്നും ഉണ്ടാവില്ല, അതും ശരി തന്നെയാണ്, അതും മറ്റൊന്നും ശരി തന്നെയാണ് അല്ലേ? ഞാൻ അറിയാണ്ട് പറഞ്ഞാണെങ്കിലും അത് ഭയങ്കര ശരിയായി. അതെ, ഈ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടാണ് നമ്മുടെ ഇവിടെ കുറേ ഫലങ്ങളുണ്ടാവുക. നമുക്ക് മാങ്ങ, ചക്ക, പിന്നെ രണ്ട് ചെറിയ കടച്ചക്ക, പിന്നെ ഈ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുണ്ടാവണം ഓരോ സാധനങ്ങൾ. എന്നിട്ട് നമുക്ക് പണ്ട് കാലത്ത് ഭക്ഷണം കഴിക്കാനുള്ള സാധനങ്ങൾ, ചേമ്പ്, കൂർക്ക, ചേന, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവുന്നത് നമുക്ക് കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടാണ്. നമ്മൾ ഇപ്പോൾ കാലാവസ്ഥ അന്ന് ഈ കൂർക്കയ്ക്ക് ഉണ്ടാവുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിലാണ് നമുക്ക് കൂർക്ക കിട്ടുള്ളൂ. ആ സമയത്തേക്കാണ് കറക്റ്റ് കൂർക്ക ഇത് വയ്ക്കില്ല. ഇപ്പം അതല്ല, ഇപ്പോൾ 365 ദിവസം കൂർക്ക കൃഷി ചെയ്തെടുക്കണ രീതിയിലേക്ക് എപ്പോഴും കൂർക്കയുണ്ട്. പക്ഷേ ചക്ക അതുപോലെ ഈ വിയറ്റ്നാമേറിൽ താങ്ങിമായൊക്കെ വന്നത് കൂടിയിട്ട് എല്ലാ സമയത്തും ആളുകൾ വീട്ടിൽ ചക്ക തുടങ്ങി. പണ്ട് കാലത്ത് ചക്കക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചക്ക കൊണ്ടുള്ള വിഭവങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ 2-3 സാധനങ്ങളുണ്ട്. ഇടിച്ചക്ക കൂട്ടാൻ, ഇടിച്ചക്ക ഉപ്പേരി, പിന്നെ ചക്ക കൂട്ടാൻ, എന്താ പറയുക, ചക്കുപ്പേരി, ചക്ക എലിശ്ശേരി, ചക്കക്കുരു, മാങ്ങ, അതൊക്കെ ഉണ്ടാവുള്ളൂ. കാലം മാറി ഇപ്പം നമ്മൾ ചക്ക കൊണ്ട് പലതരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. കാലത്തിൻ്റെ മാറ്റം. അപ്പോൾ നമ്മളും കാലത്തിനനുസരിച്ച് മാറാൻ പോവാണ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഇടിയും ചക്കയാണ് ഉണ്ടായിക്കൊണ്ടത്. ചക്കര പൊട്ടിക്കുന്ന ടൈം ആവാറാണില്ല. മെയിനായിട്ട് ചക്ക പൊട്ടിക്കുന്ന ടൈം ആവുന്നത് ഒരു നമ്മുടെ ഏപ്രിൽ ലാസ്റ്റൊക്കെ ആവും. നമ്മുടെ ചക്ക മൂക്കണമെങ്കിൽ ഒരുവിധം പഴുക്കണമെങ്കിൽ മെയ് ലാസ്റ്റ് ആവും. അപ്പോൾ പിന്നെ മഴക്കാലമായി. അപ്പോൾ ഇടിയും ചക്ക ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. നമ്മൾ ഇടിയും ചക്ക കൊണ്ട് ബിരിയാണി ഉണ്ടാക്കാൻ പോവാ. നയൻതാരയുടെ കല്യാണത്തിന് ചക്ക ബിരിയാണി ഉണ്ടായിരുന്നു. ഇല്ല, നമ്മൾ ചെയ്തില്ലേ. അത് ഇടിയൻ ചക്കയാണ് കടച്ചക്ക കൊണ്ടാണ് ഉണ്ടാക്കിക്കൊണ്ടത്. കൺഫ്യൂഷനായ കാരണം നമ്മളത് ഉണ്ടാക്കിയില്ലേ. അപ്പോൾ ഭയങ്കര ടേസ്റ്റുള്ള സാധനം എന്ന് പറയേണ്ടത്. അപ്പോൾ ഞാനത് ഒരു വീഡിയോ കണ്ടു. പക്ഷേ എനിക്ക് അതിനേക്കാളും നല്ലത് നമ്മുടേതായ രീതിയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. പൊളിഞ്ഞാലും പൊളിഞ്ഞില്ലെങ്കിലും നമ്മൾ ഇടിച്ചക്ക പൊട്ടിക്കാൻ പോകണം. കൊട്ടയെടുത്തോണ്ടരാന്ന് പറഞ്ഞിട്ട് ഞാൻ ചക്ക പൊട്ടിക്കാൻ പോലെ അതല്ല, എനിക്ക് ആ ചോദ്യം കേട്ടപ്പോ അറിയാം. എടുത്തോണ്ടരാളതല്ല, വെറുതെ ചോദിച്ചതാണ്. ഞാൻ എടുത്തോളാം. ഇത്രയും സ്ഥലം അടിച്ചു വരാന്നുണ്ടെങ്കിൽ പിന്നെ ആ കൊട്ട എടുത്തോണ്ട് വാരി കളയാനാണോ? കത്തിയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അതെ, ജഗ്ഗു നമ്മുടെ കണ്ണംകുളങ്ങരയ്ക്ക് ഈ സരിതര വീട്ടിലേക്ക് പോയി. അവിടേക്ക് പരീക്ഷയൊക്കെ കഴിഞ്ഞു. സ്കൂൾ പൂട്ടിയില്ലോ. സ്കൂൾ പൂട്ടിയപ്പോൾ അങ്ങോട്ട് പോയി 2-3 ദിവസം അവിടെ നിൽക്കാനായിട്ട്. ചെറിയ ചക്ക പൊട്ടിച്ചാൽ മതിയാ, കുറേ ഉണ്ട്. പിന്നെ ആ പ്ലാമിൽ നിറച്ച്, പിന്നെ അവിടെ സജീവിൻ്റെ പ്ലാമ നിറച്ചിട്ടുണ്ട്. ഞാനൊരു സ്റ്റൂൾ എടുക്കട്ടെ. എന്നോട് ചോദിച്ചാല് ചേട്ടന് ഇഷ്ടമുള്ളതല്ലേ മുറിക്കുള്ളോ?
നീ പറയുന്നത് മുറിക്കാം. നീയേ പറയുന്നത് മുറിക്കാന്ന്. ഒരു സെക്കൻഡ് ഇടന്ന് സരിത ഒന്ന് പിടിച്ചാ. നീ പറഞ്ഞിട്ട് തിരുട്ടി വലിപ്പുള്ളത് മുറിക്കാൻ വെച്ചു. ഇതെന്തുട്ടാണ് ഭയങ്കര ഒരു മഹാസംഭവം ഉണ്ടോ ഇവിടെ സരിത. നോക്കിയേ ഇതിൻ്റെ ഒരു പണി നോക്കിയേ. ഈ പ്ലാവിൻ്റെ നോക്കിയാ ഇവിടെ മുറിച്ചാണ് അരും കോക്കും. എന്നിട്ട് നോക്കി ഇതിൻ്റെ ഉള്ളിന്ന് ഒരു പ്രത്യേക ഇതിൻ്റെ ഉള്ളിന്ന് കേട്ടാ ഈ സാധനം വന്നോട് കണ്ട ഇത് ഈ കൊമ്പ് വർക്ക് നോക്ക് വർക്ക് 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 വർക്ക്. നീ ഞാൻ പറ്റി വലിപ്പുള്ള ചക്ക മുറിക്കാൻ പോകട്ടാ. ഇപ്പൊ നിന്റെ അഭീഷ്ടം പാലിച്ചില്ലെന്ന് വേണ്ട. ചക്ക മുളഞ്ഞ് നിന്റെ മിറ്റടിക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുളിച്ച് റെഡി ആയിട്ട് വാ. നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. അടിച്ചിട്ട് വേഗം അപ്പൊ ഞാൻ എല്ലാ സാധനങ്ങളും ഒതുക്കട്ടെ. അത് വല്ലാണ്ട് ചെറുതായി എന്നല്ല നീ പറഞ്ഞു. നമ്മുടെ മേശയെ കനം കുറച്ചു. ആ ഇത് സുമേഷ് ശരിയാക്കിയില്ലേ. അതിന് ശേഷം നമുക്കിതിനെ വലിയ തൂക്കല്ലേ, തൂക്കം അല്ലെങ്കിൽ 10-60 കിലോ തൂക്കണ്ടായിരുന്ന സ്ഥാനത്തിന് സുമേഷ് ഇരുമ്പ് ഇതൊക്കെ ആക്കിയിട്ട് ഫുള്ള് കനം കുറച്ചു. ഇവിടെ നിന്നിട്ടാണ് നമുക്ക് പാചകം ചെയ്യണട്ടാ. കാലത്ത് ഒന്നും വയ്ക്കുന്നില്ല. ഞങ്ങള് ജ്യൂസ് ഉണ്ടാക്കി തരില്ല. ഇനിയിപ്പോൾ ബിരിയാണി ഉണ്ടാക്കല്ലേ. വീഡിയോ തുടങ്ങണേല് മുന്നേ എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ കാണിക്കുക. അങ്ങനെയാണെങ്കിൽ അതിന് വേണ്ടി സെറ്റാക്കി വെച്ചാണൊക്കെ കാണിക്കുക അകത്തിരിക്കണത്. അത് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ഭുതം തോന്നാ. ഞാൻ കുളിക്കാൻ പോവാട്ടാ. നീ കുളിച്ചിട്ട് വന്നു. ഗ്യാസും കുറ്റി അടുപ്പ് ഞാൻ ഇവിടെ തുടച്ച് വെച്ചിട്ടുണ്ട്. ഇത് ടെറസിൻ്റെ മുകളിലാണ് കൊണ്ടുവന്ന് വയ്ക്കാറേ. അയ്യോ ഇത് പ്രത്യേകില്ലേ. ഇമ്രാൻ ആകാംക്ഷയോടെ നോക്കിയിരിക്കുക എന്തൊട്ടൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. ചക്കര പശ പോയി. സരിത കുളിച്ചിട്ട് വരുമ്പോഴേക്കും നമുക്ക് ചക്ക കഷ്ണങ്ങളാക്കിയിട്ട് വേവിക്കാൻ വയ്ക്കാം കേട്ടാ. ഇത് ഈ ചക്കര ഉള്ളിൽ ചുളയുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടാ. ചുള ഉണ്ടാവാൻ പാടില്ല. കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇടിയൻ ചക്ക കുറേ പേര് അയച്ചു തരാനൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ബോംബേയിലേക്കും ഇല്ല, അങ്ങനെ ചുളയില്ല. കുഞ്ഞ് ഇതിൽ വന്നില്ല. ആദ്യം ഇടിയൻ ചക്ക നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാം കേട്ടാ. എന്നിട്ട് വേവിക്കണം. നമ്മൾ ഏകദേശം ഇത്രയ്ക്ക് പോകുന്ന കഷ്ണങ്ങളാണ് ആക്കുന്നത് കേട്ടാ. അല്ല ഈ ലെവലിലെ കഷ്ണങ്ങൾ. നമ്മളിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കേട്ടാ. വെറുതെ നിന്ന് ഇത് കഴിയുന്നുണ്ട് കേട്ടാ. കുക്കറിലിട്ട് നമ്മൾ വേവിക്കാൻ പോവാണ് കേട്ടോ. ആദ്യത്തെ പരിപാടി കുക്കറിലേക്ക് നമ്മൾ ഉപ്പ് പൊടി ഇടുന്നു. പിന്നെ സ്വല്പം മഞ്ഞൾപ്പൊടി, ഒരു പൊട്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്നു കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നു കേട്ടോ. മൂടി വേവിക്കണം. കാറ്റുണ്ട്, കാറ്റ്. ഒരു വിസിലടിക്കില്ല കേട്ടോ. ഇനി നമ്മുടെ ഇതിലേക്കുള്ള അരിയാണ് എടുക്കുന്നത്. ജീരകശാല അരിയാണ് എടുക്കുന്നത്. 2 കപ്പ് അരി എടുക്കുന്നത്. ഒരു പാക്കറ്റ് പകുതിയാണ് കേട്ടോ. അളവ് നോക്കണ്ട, നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കഴുകിയിട്ട് നമുക്ക് 20 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് വയ്ക്കും. എടുക്കട്ടെ. ഇത് വെള്ളത്തിലിട്ട് വയ്ക്കുക കേട്ടോ. ഫസ്റ്റ് വിസിലടിച്ചു. നമ്മൾ തീ ഓഫ് ചെയ്യുന്നു കേട്ടോ. ഇതിനൊറ്റ വിസിൽ മതി. ഇനി അത് ചൂടാറിനോടുകൂടി വെന്തുണ്ടാവും. അപ്പം അതിങ്ങനെ ചപ്പിളിയാവില്ലേ? അല്ല എനിക്കറിയില്ല ചേട്ടാ. അത് കംപ്ലീറ്റ് ചേട്ടനാണ് ചെയ്യാൻ പോണേ. ഞാനത് ചെയ്തിട്ടൊന്നുമില്ലേ. ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ചക്ക വേണത് കറക്റ്റ് തന്നെയല്ലേ.
പരിപാടിയൊക്കെ. അല്ല ഞാൻ ചോദിക്കണ അതല്ല, ഇതിന് ഫ്രൈ ചെയ്യോ? ചെറുതായിട്ട് ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്യണമെന്നില്ല, മറ്റുള്ളവരൊന്നും ഫ്രൈ ചെയ്യണില്ല കേട്ടാ. ഞാൻ ഫ്രൈ ചെയ്ത് ചെറുതായിട്ട്. അരിയുമ്പോ നല്ല മുറുക്കം തോന്നിയാ? നുറുക്കുമ്പോ അങ്ങനില്ല, നുറുക്കുമ്പോ മുറുക്കം തോന്നുന്നതാണ് ടേസ്റ്റ് കൂടുതൽ എന്ന് പറഞ്ഞില്ല ചേട്ടാ. അത് നമ്മുടെ നല്ല ടേസ്റ്റാ. വേണേ അയർ കളയനാ വേണ്ട, വെന്തോട്ടെ. നുറുക്കുമ്പോ മുറുക്കം തോന്നിയെങ്കിലേ കുഴപ്പമില്ല. എന്തായാലും അത് വേവട്ടെ, ആവട്ടെ. നമ്മുടെ ഇതിൻ്റെ സ്റ്റീം പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇറച്ചി കഷ്ണം പോയിട്ടില്ല തരുതേ. ഇതെന്താ കറുത്തിരിക്കണം? അത് കത്തിയിട്ട് കറിയാണ് കാണുന്നത്. ഒരെണ്ണം കണ്ട. പിന്നെ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കണം കേട്ടോ നമ്മൾ. ഇമ്രാൻ, ഇറച്ചി കഷ്ണം വേണം നിനക്ക്? വലിയേട്ടൻ്റെ പറമ്പിൽ പുല്ല് വെട്ടുണ്ട് കേട്ടാ. പുല്ല് വെട്ടി കയറി 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 വരുന്നുണ്ട്. ഇവിടേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ ഭയങ്കര സൗണ്ട് ഉണ്ടാവും. ഇപ്പം അവിടെ പുല്ലില്ലാത്തോടത്താണ് അയാൾ വെട്ടുന്നത്. ചവറില് എനിക്ക് ചവറിൽ വെട്ടുന്നത്. ചവറൊക്കെ അടിച്ച് കളയാനുള്ള പരിപാടി. ഒരു മിനിറ്റ്, അത് ചൂടാറട്ടെ, ഒന്ന് ചൂടാറട്ടെ. അപ്പോൾ നമ്മുടെ ഈ സാധനം ചൂടാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് വറക്കണം. ഇതിൽ എൻ്റെ കത്തീരെ ഒരു ഇത് കണ്ടിട്ട് കണ്ട നോക്കിയേ. ആ കത്തീരെ കറിയാണ് ഒരെടുത്ത് ഇതിലിടണ കളയാ. അത് ഇറച്ചി കഷ്ണമാണ് കേട്ടോ. നോക്കിയേ, ചിക്കൻ്റെ ഇത് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും അതുപോലെ തന്നെ ഇല്ലേ? നോക്കിയേ ശരിക്കും ഇതിൽ മുളക് പൊടിയിട്ട ഈ സാധനം ഞാൻ വെറുതെ ഫ്രൈ ചെയ്യാൻ പോണ്. അത് വെറുതെ തമാശക്ക് ചെയ്യുന്നതിനാണ് കേട്ടോ. കുറച്ച് മുളക് പൊടിയും. തമാശ അത് വറക്കുമ്പോൾ അല്ല ഇത്തിരി ഇട്, കുറച്ചും കൂടി ഇട്. ഭയങ്കര എരിവാട്ടാ. ആ ഇനി കുറച്ച് ഈ ഗരം മസാല പൊടി ഇട്ട. കുറച്ച് ഗരം മസാല പൊടി ഉണ്ട്. ഇത് ചിക്കൻ മറ്റേ സാധനങ്ങൾക്ക് വേണ്ടോ? കാരണം അത് സോഫ്റ്റ് ആക്കാൻ വേണ്ടിട്ടാണ്. ഞാൻ ഒരു പൊട്ട് ചേർന്നാറി നീര് ഒഴിച്ചിട്ടുണ്ട്. ഒരു പുളി തന്നെ ഞാനത് ചേർക്കും. എന്നിട്ട് മിക്സ് ചെയ്യണു. വെറുതെ ഒന്ന് ഫ്രൈ ചെയ്യണം. അല്ല ചിലപ്പോൾ ഉടച്ചിൽ വരും ഇത് സാധനം. ഇപ്പോൾ തന്നെ ഇത് ഭയങ്കര ടേസ്റ്റായിട്ട് ഈ സാധനം. മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ ഒറ്റടിക്കരുത് തിന്നാം. എന്നാ പിന്നെ തിന്നോ. ഇവിടെ അവസാനിപ്പിക്കാം, വീഡിയോ അവസാനിപ്പിക്കാതെ. അയാൾ പുല്ല് വെട്ടി ഇവിടെ എത്തി കഴിഞ്ഞാൽ ഒരു സാധനം കേൾക്കില്ല. കൈയോടെ ഓർക്ക. അങ്ങനെ മനോഹരമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സാധനത്തിന് ഞാൻ നശിപ്പിക്കാൻ പോവാണ്. കുറച്ച് ഓയിൽ, അതും സൺഫ്ലവർ ഓയിലാണ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ചെറുതായിട്ട്. അതായത് ഉടഞ്ഞു പോകുന്ന എനിക്കൊരു തോന്നൽ. അതുകൊണ്ടാണ് എൻ്റെ തോന്നലിൽ നിന്നുണ്ടാവുന്ന സാധനങ്ങളാണ് ഈ വീഡിയോയുടെ അടിസ്ഥാനം. സംഗതി ഇങ്ങനെയൊന്നും ചെയ്ത് കണ്ടിട്ടില്ല ആളുകൾ. സാധാരണ പോലുള്ള നമ്മൾ ബിരിയാണി എങ്ങനെയാണ് വെക്കുന്നത് വെച്ചാൽ അതുപോലെ ഇങ്ങനെ വെക്കുന്നത്. പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്തു. കണ്ടോക്കി ചേട്ടൻ വല്ല വീഡിയോകളും യൂട്യൂബിൽ കണ്ടോക്കിയാ ഇതുണ്ടാക്കണത്? 2-3 വീഡിയോ കണ്ടോക്കി. ആ രീതിയിലൊന്നല്ല ചേട്ടൻ ഉണ്ടാക്കണേ. അല്ല എനിക്കത് തൃപ്തിയില്ല. ഒറ്റടിക്കാൻ വർക്കല്ല, എല്ലാം കൂടി വെറുതെ ഇത് ഒറ്റടിക്കാൻ ഇടാം. ആളടുത്തടുത്ത് കൊണ്ടിരിക്കുകയാണ്. അതെ അവൻ അവിടെ തന്നെ നിൽക്കുകയാണ്. ചേട്ടാ ഇത് എണ്ണ ചൂടായി. അപ്പോൾ നമുക്ക് ഒറ്റടിക്കന്നെ ആക്കാം. 2 പ്രാവശ്യമായിട്ട് ആക്കണ്ട. ഇതെനിക്ക് വാരി തിന്നാൻ പൊടിയില്ല കേട്ടാ. പൊടിയില്ല. ചിലതൊന്ന് പൊടിഞ്ഞിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഫ്രൈ ചെയ്യുന്നു വേണ്ട. ഒരു ചെറിയൊരു മുറുക്കം. ഇതിൻ്റെ മുറുക്കം ഒന്ന് വിട്ടു. വേവിച്ച് കഴിഞ്ഞപ്പോഴേ കുക്കറിലെടുത്ത് വേവിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുറുക്കം ഒന്ന് വിട്ടു. അതുകൊണ്ട് കൂടിയിട്ടാണ്. നമുക്ക് ഈ അടുപ്പിലേ അരി വേവിച്ചിട്ടാണ് അരിക്കിടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുക്കറിൽ വെക്കായിരുന്നു ബിരിയാണി. എന്തിനാ അത്? കുക്കർ ബിരിയാണി അല്ലേ? അല്ല ചേട്ടൻ എന്നിട്ട് ഇത് രണ്ടും ഇങ്ങനെ മിക്സ് ആക്കി ലെയറാക്കി ഇടാനല്ല പോണേ. ദമ്മല്ലല്ലോ. ദമ്മ ചെയ്യും. അതിന് മുകളിൽ മറ്റേ മൈദ കൊണ്ട് ഞാൻ ഒട്ടിക്കും. അപ്പൊ കുക്കറില് ടേസ്റ്റിലടിച്ച സാധനം ശരി. അങ്ങനെ എളുപ്പപ്പണിക്ക് ഞാൻ എളുപ്പപ്പണിയല്ല, അതല്ല ടേസ്റ്റ് കൂടുതല്. വെള്ളം കറക്റ്റ് പാകത്തിന് ഒഴിച്ച് വറ്റിച്ചെടുക്കണത്. ഇത് ഊറ്റിയെടുക്കുമ്പോ ആ അരിയുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു ടേസ്റ്റ് ഒക്കെ ഈ വെള്ളത്തിൽ പോയില്ലേ? ദം ബിരിയാണിയിലൊക്കെ ആളുകൾ ഇങ്ങനെ ഊറ്റിയിട്ട് അരി ഇടുന്ന ചെയ്യും. ദം ബിരിയാണി അങ്ങനെയല്ല. ദം ബിരിയാണി ഇതിൽ തന്നെ വേവിക്കണതാണ് ദമ്മ് ബിരിയാണി. ചിക്കൻ ബിരിയാണി ആയാലും ബീഫ് എന്ത് സാധനം ആയാലും അതിൽ തന്നെ വെള്ളം ഒഴിച്ച് അരി പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് വറ്റിച്ചെടുക്കില്ലേ? അതാണ് ദമ്മ്. ഇത് ഈ ചക്കല്ലേ, ചക്കയാകുമ്പോ ചിലപ്പോ കുഴപ്പമുണ്ടായാലോ വെച്ചിട്ട് ചക്ക അടക്കട്ടിട്ടല്ലേ ഞാൻ പറഞ്ഞേ. റൈസ് തന്നെ കുക്കറിൽ. അത് വേണ്ട. ഓക്കേ, ഇത് മൂടി വെക്കായിരുന്നു. എന്താടാ നമുക്കൊന്ന് മറിച്ച് നാക്കാം. ആ സൈഡിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇതിങ്ങനെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. അത്രയ്ക്ക് വേണ്ടോ?
നമ്മുടെ മനോഹരമായ ഇടിഞ്ചക്ക വറുത്ത് ഫ്രൈ ആക്കി വെച്ചിട്ടാ. ഭയങ്കര ഫ്രൈ അല്ല, ഇതാണ് ഏറ്റവും ടേസ്റ്റ്. ഇനി അടുത്തത് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രം അടുപ്പത്ത് വയ്ക്കുന്നു. നമ്മുടെ പാത്രം ചൂടായി കഴിഞ്ഞ് നമുക്ക് അണ്ടിപ്പരിപ്പും കുറച്ച് സബോളയും വറുത്ത് പോയിരിക്കണം. അപ്പോൾ എനിക്ക് നമ്മൾ 2 ടീസ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിക്കാനിട്ടാ. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ, ആദ്യം നമ്മൾക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ആവശ്യത്തിനുള്ള മാത്രം എടുത്തിട്ടുള്ളല്ലോ, അധികം എടുത്തിട്ടില്ല. ഈ വെള്ളത്തിൽ കുറച്ച് സാധനങ്ങൾ ഇടാല്ലേ? ഇടാം, വെള്ളം തിളക്കട്ടെ. നല്ല മുഴുത്ത അണ്ടിപ്പരിപ്പാണ്. ഇതൊക്കെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ ഈ സാധനങ്ങളൊക്കെ. ചൂടായിട്ടില്ല അതെ, മൂത്ത് കളർ മാറി വരുന്നുണ്ടോ? ഇല്ല, നിനക്ക് കണ്ണ് കാണില്ലേ? കണ്ണാണോ? ആ, കളർ മാറി വരുന്നുണ്ടോ? ബ്രൗൺ കളറിലേക്ക് ഒരു നല്ലൊരു മഴക്കാരൻ്റെ ലക്ഷണമുണ്ട്. ബ്രൗൺ കളറായി വരുന്നു. അപ്പോൾ എനിക്ക് നമ്മൾ ഉണക്കമുന്തിരി കുറച്ചാക്കുന്നുണ്ട്. രണ്ടും കൂടി ഒരുമിച്ച് കോരാൻ സൗകര്യത്തിനാണ് അങ്ങനെ ആക്കിയത് ഞാൻ. ഉണക്കമുന്തിരി വീർത്തു. അപ്പോൾ നമുക്കിത് അങ്ങനെയാണ്ട് കോരിയെടുക്കാം. ഈ ഉണക്കമുന്തിരി ഓയിലിടുമ്പോൾ വീർക്കൂല്ലേ? ജെല്ലി പോലെയോ? പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചുങ്ങുകൾ. ഇനി ഇതിലേക്ക് നമ്മൾ 4 സബോള എടുത്തിട്ടുണ്ട്. സബോളയിൽ നിന്ന് നമുക്കൊന്ന് കുറച്ച് ഒരു 1-1.5 സബോള നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. സരിത നല്ല കനം കുറച്ചങ്ങോട്ട് അരിഞ്ഞിട്ടുണ്ട്. ഈ ഡിഷൊക്കെ നല്ല രസം തന്നെ. ഞാൻ ഇപ്പോൾ ഒരു 3-4 തിന്നു. ഫ്രൈ ആവട്ടെ കേട്ടത്. നമ്മുടെ ഈ വെള്ളം തിളയ്ക്കാറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരിയുടെ വെള്ളം ഊറ്റി കളയാം കേട്ടോ, ഊറ്റി വയ്ക്കുക. ഇത് ഏത് അരി വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. നമ്മുടെ ഈ അരി തിളയ്ക്കണ ഇതിലേക്ക് ഒരു സ്വല്പം സൺഫ്ലവർ ഓയിൽ വയ്ക്കുന്നു കേട്ടോ, ഒരു പൊട്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് അരിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതായിട്ടാ. അപ്പോൾ നമുക്കിത് കോരി കണ്ടെടുക്കാം. അരി ഇടട്ടെ ഞാൻ വെള്ളത്തില്? അരി ഇട്ടോ. അപ്പോൾ വെള്ളത്തിൽ മറ്റേ സാധനങ്ങൾ ഇടണ്ടേ, മസാലകൾ? അത് ഇടണം നിർബന്ധമൊന്നുമില്ല, അത് വേണമെങ്കിൽ. നിർബന്ധമില്ല, അത് ഇടണ്ടേ വെള്ളത്തിൽ? മറ്റേ കറുവപ്പട്ടയും ഏലക്കായൊക്കെ മറ്റേ ഇതിലേക്ക് ആക്കണതല്ലേ നമ്മൾ. നിനക്ക് ഇടണം നിർബന്ധം ഉണ്ടോ? ഉണ്ടെങ്കിൽ ആയിക്കോ. അതിൻ്റെ മണമൊക്കെ കിട്ടണ്ടേ ചോറിന്? അതാ ഞാൻ പറഞ്ഞത് വറ്റിച്ചെടുക്കാന്ന്. വെള്ളം കറക്റ്റ് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടേ വറ്റിച്ചെടുത്തെങ്കിൽ ആ മണമൊക്കെ ശരിക്കും നന്നായി കിട്ടും. കോരി എടുത്തു കേട്ടാ. ഇടട്ടെ ഇതിന്ന് കുറേശ്ശെ? 2-3 ഇട്ടോ. അഭിഷ്ടം നടക്കട്ടെ. അത് വെള്ളം തിളപ്പിക്കുമ്പോഴേ, അതാ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചപ്പോട്ട് ചോദിച്ചോടുന്ന ചേട്ടനോട്, വെള്ളത്തിൽ ഇത് ഇടുള്ളേന്ന്. ഇതാ. അപ്പം നമ്മളിത് ഇതിന് സവാള വറുത്ത് കോരി അതിലേക്ക് ബാക്കിയുള്ള സവാള ഇട്ടിട്ട് നമ്മളിതിൽ ഫ്രൈ ചെയ്യാൻ പോകണം കേട്ടോ. ഇനി ഓയിലൊന്നും ഒഴിക്കുന്നില്ല. നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഇവിടെ നിന്നിട്ട് ഇവിടെ നിന്ന് പാചകം ചെയ്യാൻ തുടങ്ങി. ആ സമയത്താണ് അവിടെ പുല്ല് വെട്ടുന്നത്. ഇത് ഇങ്ങനെ നമ്മൾ പാചകം ചെയ്യുന്ന സമയത്ത് പുല്ല് വെട്ടല് വന്നിട്ടുണ്ട്. ഈ സാധനങ്ങളെല്ലാം കൊണ്ടുപോയിട്ട് നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. കുറേ ഐറ്റംസിലുണ്ടേ. നമ്മൾ ബിരിയാണി വെക്കുമ്പോഴാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഇവിടെയാണ് വെയിലാവും ചെയ്തു. ബിരിയാണി നീക്കി വയ്ക്കാൻ തരാം നമുക്ക്. ബിരിയാണി നീക്കി വയ്ക്കാം കട വെയിൽ വന്നു. ഇവിടേക്ക് വെച്ചോ, ഇവിടേക്ക് വെച്ചോ, ഇവിടെ വെയിൽ വരില്ല. അപ്പം എന്താ ചെയ്യുക, ഇത് തന്നെ ഒന്ന് പിടിച്ച് ഇങ്ങോട്ട് ഇറക്കി. ഇതിൽ ഉപ്പിടുണ്ട് കേട്ടാ. തീ ഭയങ്കര കുറവാന്ന് തോന്നുന്നു അല്ലേ? തീ വിചാരിച്ച പവറിലില്ല, കാറ്റുണ്ട്. ഇനി ഇവിടെ ഒരു തെറ്റ് സംഭവിച്ചു. സരിത ഈ സാധനം ഞാൻ ഫസ്റ്റ് ഇതിലിടണ്ടായിരുന്നു. ഈ വർത്താനത്തിൻ്റെ ഇടയിൽ ഇതിൽ സരിത കൊണ്ടിട്ടപ്പോൾ ഞാൻ ഇതിൻ്റെ കാര്യം മറന്നുപോയി. അപ്പോൾ ഇത് മുന്നിൽ തിരിക്കാനുണ്ടായിരുന്നേ ഈ കരയാമ്പൂ, കറുവപ്പട്ട. അവർക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ആദ്യം ഞാൻ ഇടണം, ആദ്യം രണ്ടാമത് അവര് എന്നുള്ളതൊന്നും ഇരിക്കില്ല. ഇവര് അതിൽ കിടന്നായിക്കോളും. ബേ ലീഫ് ഒരെണ്ണം അല്ല വേണേ കൊണ്ടുതരാന്ന്. നിറച്ച് ഇതിന്റെ മണം വേണ്ടല്ലോ. നമ്മുടെ അരി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നോക്കിയാ തുറന്നു നോക്കിയാ സരിതേ. അരി ഊറ്റാനുള്ളൊരു പാത്രം എടുത്തോ. നമ്മുടെ സബോള ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അരിക്ക് പതിപോലെ കുറച്ച് പച്ചമുളക്, ഒരു 3-4 പച്ചമുളക് ചേർക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അത് കുറച്ചിരുന്നു കേട്ടോ. അതൊക്കെ നമ്മുടെ സാധാരണ പോലെ തന്നെയുള്ള പരിപാടികൾ തന്നെ. ഇതിങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സരിത ഇതിൻ്റെ വേവ് നോക്കാണ്.
മതി മതി മതി. ഇത് 95% അതിൻ്റെ. അപ്പോൾ നമുക്ക് ഊറ്റിയിട്ട് വേറെ പാത്രത്തേക്ക് ഇടണം കേട്ടോ. ഇതോടെ പൂച്ചിച്ചാവാനാ ഈ വലിയ കയ്യിലോട്ട് ഊറ്റി. നീ അതിന് മഞ്ഞ കളറായിട്ട് കുഴപ്പമൊന്നുമില്ലേ? നമ്മുടെ ഇത് നന്നായിട്ട് വാടിയില്ല, നല്ല ഒരുവിധം ഫ്രൈ ആയിട്ട്. അപ്പോൾ നമുക്കിലേക്ക് മുളക് പൊടി മാത്രമാണ് ചേർക്കണത്. കുറച്ച് മുളക് പൊടി ചേർക്കണല്ലോ. അതിൽ ഇത്തിരി മുളക് പൊടി നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. വല്ലാണ്ട് ചേർത്ത് കഴിഞ്ഞാലേ എരിവ് ഭയങ്കരമായിട്ട് ഓവറാവും. മുളക് മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 2 തക്കാളി ചേർക്കണം കേട്ടോ. കുനുകുനുന്നതിന് അരിഞ്ഞ ഇത് നന്നായി വഴറ്റണം. എന്നൊക്കെ അരി, ചോറ്, ഈ കൂട്ട്, നമ്മുടെ ഇടിച്ചക്ക, ഇനി ഇത് മല്ലിയില, പുതിനയില, നമ്മുടെ അണ്ടിപ്പരിപ്പ്, ടീമുകൾ, ഇതെല്ലാം കൂടി അടുക്കളയിൽ ഒരു ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ എന്ത് വേഗം കഴിയണ കാര്യല്ലേ? അല്ല പിന്നെ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ഏറ്റവും പണി ബിരിയാണി ഉണ്ടാക്കാനാ അല്ലേ? നമ്മള് ഈ കാവശ്ശേരി പൂരം കാണാൻ പോകണമെന്ന് വിചാരിച്ചിരുന്നിട്ട് ഭാഗ്യം പോകേണ്ടത്. നമ്മുടെ ഒറ്റപ്പാലത്തുള്ള ഈ ദക്ഷിണാഫ്രിക്കയിലുള്ള നമ്മുടെ സുനിലേട്ടുണ്ട്. ആള് പറയാ ഒറ്റപ്പാലത്ത് നിന്ന് 26 കിലോമീറ്റർ അകലെയാണ് കാവശ്ശേരി. ഒറ്റപ്പാലത്ത് 5 മണിക്കൂറായിരുന്നു ബ്ലോക്ക് നിന്ന്. കാവശ്ശേരി വെടിക്കെട്ട് കാണാൻ വന്നതിൻ്റെ തിരക്ക് ഫുള്ള് തിരക്കായിരുന്നു. അപ്പോൾ ഭാഗ്യം ഞാനേ പറ്റിങ്ങനെ ഇതിന് ഒഴിവുണ്ടെങ്കിൽ ഞാൻ കാലത്ത് 9:30 ആ സമയത്ത് അങ്ങോട്ട് പോവാന്നൊക്കെ വിചാരിച്ചായിരുന്നു. മനുഷ്യൻ പെട്ടുപോയാനെന്ന് പറയാ. അത് പൂര വെയിലത്ത് നിരിച്ചിരിക്കുക രക്ഷപ്പെട്ടു എന്ന്. ഈ ബ്ലോക്കല്ല, അവന് അങ്ങനത്തെ തന്നെ ഇഷ്ടല്ലേ? പൂരം, തിരക്ക്, ആൾക്കാര്. അല്ല, ഞാൻ വെടിക്കെട്ട് കാണാനായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്ത് നല്ല അതൊന്നും ആ വെടിക്കെട്ടൊന്നും ഷൂട്ട് ചെയ്യുമ്പോ കിട്ടുന്ന രസമൊന്നും ഒന്നുമല്ല. അത് നേരിട്ട് അനുഭവിച്ചറിയേണ്ട സാധനം അത് അല്ലേ? അത് ശരിയാണ്. അതിന്റെ ഭംഗിയൊന്നും അതിങ്ങനെ ഫ്രൈ ആയി നോക്കിയാൽ സരിത്തിന് ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മളതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർക്കണം കേട്ടോ. നല്ല ഒരു കൂട്ടായി മാറി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചക്ക ചേർക്കാം. ഇതുപോലെ തന്നെയല്ലേ എല്ലാ ബിരിയാണിയും? ആയിക്കോട്ടെ. ഇത് ചേർക്കണ സാധനം വേറെ മാറുന്നല്ലോ. അല്ല, ഇത് ഒരു കാണാൻ ഒരു ഭംഗി. ഇങ്ങനെ തുണ്ട് വെള്ളം ഒരു പൊട്ടൊഴിക്കാം. ഇളക്കിളക്കി ചാറിനൊരു ടൈപ്പ് ഒരു ഇത് കിട്ടാൻ ഒരു പൊട്ട് വെള്ളം കേട്ടോ. ഒരു പൊട്ട് വെള്ളം എന്ന് പറഞ്ഞൊരു 3 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇളക്കി തരുക. ഇനി ഉപ്പ് നോക്കണം എനിക്ക് കറക്റ്റ്. ചക്കയില് ഉപ്പില്ലേ? എല്ലാത്തിലും ഉപ്പുണ്ട്. ഉപ്പ് ഇട്ടിട്ടുണ്ട്. സവാള വാട്ടുമ്പോൾ അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ചോറിട്ടിട്ട് വെച്ചാ മതിയാ? മറ്റേ സാധനം ചേർത്തിട്ട് ഇളക്ക് നന്നായിട്ട് മസിൽ പിടിക്കട്ടെ. എനിക്ക് തോന്നണെന്നിട്ടെന്നറിയോ, ഇത് ചക്ക വേവിക്കുക ഒന്നും ചെയ്യാൻ പാടില്ല. ജസ്റ്റ് വേണമെങ്കിൽ ഫ്രൈ ചെയ്യാൻ തോന്നുന്നു. കുക്കറിൽ വേവിക്കാണ്ട്. എന്നിട്ട് ഈ മസാലയൊക്കെ ആക്കിയിട്ട് ഇതിലിട്ടിട്ട് ഇതില് അരി വേവാൻ പാകത്തിന് വെള്ളം ഒഴിക്കുക. ഇതായി വരുമ്പോ എന്നിട്ട് അതിലേക്ക് അരി ഇടുക. എന്നിട്ട് ഇത് അടച്ചു വെച്ച് വേവിച്ച് ഇതിലിട്ടിട്ട് വെന്ത് വരണം. തോന്നുന്നുണ്ട് കറക്റ്റ് അങ്ങനെയാ തോന്നുന്നുണ്ട് വെക്കേണ്ട രീതി. അതാണ് ടേസ്റ്റ് കൂടാ ഇതിൽ കിടന്ന് വേവുമ്പോ. നമുക്ക് പല രീതിയിൽ നോക്കാമല്ലോ. ആളുകൾ എന്തെല്ലാം ഇത് ചക്ക കൊണ്ടുള്ള എന്തെല്ലാം തരത്തിൽ വെക്കുന്നു. അത് നോക്കട്ടെ. ഒരു പൊട്ടുപ്പ് കൂടി ചേർക്കണ്ടിട്ട് നമ്മളതിൽ. ഇതിപ്പോൾ അടിപൊളി സാധനമായി മാറിയിട്ടാ. ഇനി നമുക്ക് ഇതിൻ്റെ തീ സിമ്മിലിട്ടു കേട്ടാ. നമ്മുടെ ചോറ് ഇതിലേക്ക് തട്ടാം. ചോറ് ഇടുന്ന കേട്ടോ അതിൻ്റെ മുകളിലേക്ക്. അപ്പം തീ സിമ്മിലാണ് കിടക്കണമെന്ന് ഓർമ്മ വേണം കേട്ടാ നമുക്ക്. എനിക്കും ഓർമ്മ വേണം. ഇനി ഇതിലേക്ക് ഈ സബോളയില്ലേ ഇതൊക്കെ അതിങ്ങനെ കിടക്കട്ടെ. ഇതൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിങ്ങനെ സബോള തന്നെ ഇങ്ങനെ വേണമെങ്കിൽ പൊട്ടിക്കാം കണ്ടാ. എനിക്ക് മൊരിഞ്ഞുണ്ട്. അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കാം. ഒരു സ്വല്പം നെയ്യ് വേണം തരുക. ബാക്കിയുള്ള മല്ലിയിലയും പുതിനയിലയും ചേർക്കണം കേട്ടോ. ബിരിയാണിക്ക് ഒരു നെയ്യിൻ്റെ ഒരു മണം കൂടി ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വല്പം നെയ്യ് ചേർക്കണം. മൂടി വയ്ക്കുന്നു. അതിന് മുന്നേ ഒരു കാര്യം കൂടി ചെയ്യാണ്ട് നമ്മൾ ഇത്
ഒരു ദോശക്കല്ല് എടുത്ത് വെച്ചേ. ദോശക്കല്ലിൻ്റെ മുകളിലാണ് നമ്മൾ, അത് കുഴപ്പമൊന്നുമില്ല, ദോശക്കല്ലിൻ്റെ മുകളിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി വേണമെങ്കിൽ കുറച്ച് സമയം, ഒരു 10-20 മിനിറ്റ് വരെ ഇരുന്നോട്ടാ. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിന്മേ വേണ്ട പ്ലീസ് മൈദ കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒട്ടിക്കാൻ വേണമെങ്കിൽ അതൊക്കെ അന്ന് ഒട്ടിച്ചിട്ട് എത്ര നാളെടുത്തു. എനിക്കതൊന്ന് തേച്ച് കഴുകി ഇത് വൃത്തിയാക്കി നമ്മുടെ താല്പര്യപ്രകാരം പോലെ അത് അങ്ങനെ ആക്കി വെച്ചു. പിന്നെ അത് കഴുകിയ പോവും. പോണ്ടേ കഴുകുമ്പോ. ഇനി സർലാസ് നമുക്ക് ഉണ്ടാക്കാം. നമ്മുടേത് ഒരു 10-20 മിനിറ്റ് പിടിക്കും. ആ സമയത്ത് നമുക്ക് സർലാസ് ഉണ്ടാക്കാം. സർലാസ് ഉണ്ടാക്കാനായിട്ട് കുക്കുംബർ ഉപയോഗിക്കുന്നുണ്ട്. കുക്കുംബറും ഒരു സബോളയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കരുതിക്ക് ഇത് അരിയാം ഭംഗിയായിട്ട്. അത് ഒന്ന് ക്ലീനാക്കി തരാം. കുക്കുംബറിൻ്റെ ചോറ് പാടില്ല. തക്കാളി ഉണ്ടോ അല്ലേ? തക്കാളി ഇല്ല. പച്ചമുളകോ? പച്ചമുളക് ഒരെണ്ണം വേണം. ബൗൾ എടുത്തില്ല അല്ലേ? എനിക്ക് കേൾക്കുന്നത് ഞാൻ എടുക്കാം. ഈ സർലാസിന് ടേസ്റ്റ് കൊടുക്കുന്നത് ഈ കുക്കുംബറാണ്. മല്ലിയിലും കുലിയൊന്നും വേണ്ട. ഒരു പച്ചമുളക് ഉണ്ട് കേട്ടാ. പച്ചമുളക് നടു കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ കുരു മുഴുവൻ കളഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ അരിഞ്ഞോളാം. നീളത്തിലല്ലാന്ന്, നീളത്തിൽ ഇങ്ങനെ അതിന് ചാരി പോലെ ആക്കിയിട്ട് പിന്നെ ഇങ്ങനെ വിലങ്ങനെ അരിയുക. നമ്മൾ തൈര്, ഈ തൈരാണ് ഒന്ന് വാങ്ങിച്ചേട്ടാ. സർലാസ് ഒരു പ്രത്യേകത. നമ്മുടെ വീട്ടിലത്തെ തൈര് കഴിഞ്ഞു, സരിത ഉണ്ടാക്കിയ തൈര് കഴിഞ്ഞു. ഇത് തുറക്കണല്ലോ സരിത. ഓപ്പൺ കരോ എന്ന് കണ്ടില്ല. ഓപ്പൺ കരോ കത്തി വേണം. ഇത്രയ്ക്ക് സബോള വേണ്ടല്ലോ. കിടന്നോട്ടെ. സബോള അതതിൽ കിടന്നോട്ടെ. സബോള ടേസ്റ്റാ. കുക്കുംബറിൻ്റെ അത്രയ്ക്ക് തന്നെ. ഈ പച്ചമുളക് നടു കയറുക, ഇത് കുരു കളയുക. അതും വെച്ചിട്ട് നാക്ക് കൈ മുറിക്കണ്ടേട്ടാ. നമ്മുടെ പച്ചമുളക് കേട്ടാ. അതിൻ്റെ ഉള്ളിൽ കുരു കംപ്ലീറ്റ് കളയുക. ഞാൻ നടു വീണ്ടും നീളത്തിലാണ്. അങ്ങനെ തന്നെ നീളത്തിലാക്കി. ഇതിന് നീളത്തിലാക്കി. ഞാൻ കുനുകുന തന്നെ അരി. എന്നിട്ട് അരിക്കില്ല. അത് അരിക്കിരുന്നു. ഇനി നമ്മൾ തൈര് ഒഴിക്കാൻ പോകണം കേട്ടോ. തൈര് ഒഴിക്കാം. ഉപ്പിടാം. അത് കുഴപ്പമില്ല. ഉപ്പ് നമുക്ക് നോക്കിയിട്ടിടാൻ നല്ലത്. സാരില്ല. ഇതിലേക്ക് ഉപ്പിടണം കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി. നമ്മൾ ഇത് മിക്സ് ചെയ്യാം നമുക്ക്. നമ്മുടെ ഈ തൈര് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ തൈര് ഈ ലെവലിൽ കട്ടി തൈരാണ്. ഇങ്ങനത്തെ തൈരൊന്നും ചേർത്തിട്ട് ആൾ ഹോട്ടലിൽ നിന്നും കിട്ടില്ല കേട്ടാ. കിട്ടുമോ? ഇത് കൊള്ളില്ലേ ശരിക്കും? നല്ല റേറ്റ് കൂടിയ ബിരിയാണികൾ ഉണ്ടാവില്ലേ, അതിലൊക്കെ ഇങ്ങനത്തെ മിക്സ് ചെയ്യുക. ഇവിടെ പാത്രം ചെറുതായ ഉപ്പിന് ഇട്ടുണ്ട് കേട്ടാ. ഉപ്പ് കറക്റ്റായിരിക്കും. ഇത് ബാക്കിയോ? അത് ഒരിക്കലും ബാക്കി വരില്ല. ഈ സർലാസ് ഒരിക്കലും ബാക്കി വരില്ല ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അടിപൊളി സാധനമാണ്. പൊട്ടി നോക്കിയോട്ടെ. അയ്യോ കളക്കിക്കോ. നന്നായി ഇളക്കിയതോ. ഭയങ്കര ടേസ്റ്റാ. മിന്നിച്ചുണ്ട്. നല്ല എരിവുണ്ട്. മുളക് എരിവില്ല. അതായത് കുരുവും മുളകിൻ്റെ കുരുവും കിരുവൊക്കെ കളഞ്ഞാരണേ ഭയങ്കര രസമാണ്. അത് നമുക്ക് തൊലിയിറക്കം തിന്നാം. കുഴപ്പമില്ലെന്ന്. മുളക് കഴിഞ്ഞു കേട്ടോ. ഈ സാധനം സെറ്റായി. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിരിയാണി തുറക്കാം. നമ്മൾ 20 മിനിറ്റ് ആയിട്ടാണ് നമ്മൾ ബീഫിൻ്റെ അല്ലെങ്കിൽ ചിക്കൻ്റെ ആ മെത്തേഡിൽ തന്നെ പോയിട്ടുള്ളത്. അപ്പോൾ തീ ഓഫ് ചെയ്തു. നമുക്കിത് തുറന്നൊന്ന് കാണിച്ചു തരാം. നീണ്ട് നല്ല ബെസ്റ്റ് മണാണ്. ഈ അരി എന്ന് പറഞ്ഞാൽ ഭയങ്കര വില കൂടിയ അരിയായിരുന്നേ. പറയണ്ടെന്താ ആൾക്ക് പറഞ്ഞു. ഇവിടെ വെച്ചു. ഒരു പ്ലേറ്റ് കൂടി എടുത്തിട്ട് വരാം. നമ്മുടെ സർലാസ് നമ്മുടെ ബിരിയാണി എടുക്കാൻ പോകണം കേട്ടോ. ഞാൻ കഴിക്കാം. നിനക്ക് ആവശ്യമില്ല എടുത്തത്. അടിയിലാണ്, ഈ സൈഡിലാണ്, നടുവിലാണ് ചക്ക പെട്ടത്. പരത്തിയിട്ട് ഞാൻ കിടക്കണ്ടായിരുന്നേ. ചക്ക വീണ്ടുണ്ട്. നമ്മുടെ സർലാസ്
നല്ല മണം. ബെസ്റ്റ് മണം കേട്ടാ. പപ്പടം നിനക്ക് വേണ? വേണ്ട. ഞാനൊരു പപ്പടം വെച്ചിട്ടുണ്ട് കേട്ടാ. ഈ ഒരു പപ്പടം ഇതിന്. ഇത് ചക്കര നോക്കിയാൽ ചിക്കൻ്റെ പീസ് പോലെ എടുക്കുന്നത് കണ്ടാ. കഴിക്കുമ്പോൾ അറിയാം എങ്ങനെയുണ്ട്. ചോറിലൊരു തരി പൂടി. ഭയങ്കര ചൂടാ. ചൂടിനെ തൃണവൽക്കരിച്ചു കൊണ്ടിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ടേസ്റ്റ് അറിയില്ല. ചൂടാറട്ടാണ്. അപ്പം ഞാൻ കഴിക്കണുള്ളൂ. ഫാൻ ഇട്ടാലോ? സാധനം എനിക്ക് ഇഷ്ടമായിട്ടാ. ഇതിൻ്റെ ആകപ്പാടൊരു പോരായ്മ എന്ന് പറയുന്നത് സൺഫ്ലവർ ഓയിലാണ് നമ്മളിതിൽ ഉപയോഗിച്ചുകൊണ്ടത്. അപ്പോൾ ഇത്തിരി അൺഹെൽത്തിയാണ്. നല്ല രസമുണ്ട്. അങ്ങനെ വേണേ പറയാം. വെജിറ്റേറിയൻ കഴിക്കുന്നവർക്ക് അടിപൊളി ഒരു ബിരിയാണിയാണ് കേട്ടത്. ഞാൻ വെക്കുന്ന കണ്ടപ്പോൾ ഇത്ര ടേസ്റ്റ് ഉണ്ടാവും എന്ന് വിചാരിച്ചില്ല കേട്ടാ. അല്ല, ചോറൊക്കെ ഊറ്റിയെടുക്കല്ലേ ചെയ്തേ. പക്ഷെ നല്ല രസമുണ്ട്. നമ്മൾ മറ്റേ ബിരിയാണികളൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സ്ഥിരമായിട്ടുള്ളൊരു ഇതുണ്ടല്ലോ. അതായത് ചിക്കൻ്റെയും ഇതിൻ്റെയൊക്കെ ബിരിയാണി കഴിക്കുമ്പോൾ ഒരു മണം കാര്യങ്ങളൊക്കെ എന്തുട്ടാ സാധനം. ഇതേപോലത്തെ സർലാസ് ഉണ്ടാകണം കേട്ടോ. പപ്പടം നിർബന്ധമൊന്നുമില്ല. പപ്പടത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അച്ചാറും വേണമെന്നില്ല. അരി ഇത്ര വില കൂടിയ കാരണം കൊണ്ട് ചോറ് വെറുതെ വാരി തിന്നാം. അല്ലേ സരിത? അപ്പോൾ സാധാരണ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കഴിയുമ്പോൾ വയറൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടില്ലേ? ഇതതിന് കഴിക്കണല്ലോ. അപ്പളത്തേക്കും ചേട്ടൻ പറയല്ലേ? ഉണ്ടാവില്ല. ഒരു അണ്ടിപ്പരിപ്പ് പോലും എനിക്ക് കിട്ടിയില്ല. കിട്ടി. അപ്പം നിങ്ങളതൊക്കെ വെച്ച് നോക്കിയോ കേട്ടാ. ഇടിയൻ ചക്ക കിട്ടി കഴിഞ്ഞാൽ വെച്ച് നോക്കിയോ. അതന്നെ ഇടിയൻ ചക്ക ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടാവും. ഇടിയൻ ചക്ക കണ്ട സാമ്പാറിലിടും, ഫ്രൈ ചെയ്യും, കുറേ ചിക്കൻ വെക്കണ പോലെ വെക്കും. റെസിപ്പികളൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. വെക്കാട്ടെ നീ. അപ്പം ഞാനത് കഴിക്കട്ടെ കേട്ടോ. കാലിലൊക്കെ സാധനം നിങ്ങളൊക്കെ വെച്ച് നോക്കുക. അപ്പം നിർത്താം. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം. എന്തെങ്കിലും ഓണം എന്നിട്ടാ മറ്റേ സാധനം കടിച്ചു. ഏത്? മറ്റേ പൂവ്. അത് കുഴപ്പമില്ല. ജാതിക്കയുടെ നീ ഇട്ടത് ഇത് എന്തെങ്കിലും ഞാൻ പറഞ്ഞാലും ഉറച്ചു നിൽക്കുന്നു. എന്ത് ഓണത്തിന് കാണിക്കൊന്നും ഉണ്ടാവില്ല. പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഉണ്ടായാലോ.